പറവകൾ, പക്ഷികൾ, തൂക്കണാൻ കുരുവികൾ. എന്തുവാണ് ഈ കടിച്ചു പറിക്കുന്നത്? അതിനകത്തെന്താ വിറ്റാമിൻ ഇരിക്കുന്ന? എടാ എടാ ആസിഫേ, പറയടാ. എടാ ഞാനൊരു കാര്യം പറയട്ടെ. പറ. എടാ ഓണമല്ലേ വരാൻ പോകുന്നത്? അതിന് അല്ലടാ, എൻ്റെയും നന്ദനയുടെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമല്ലേ? അതിനെന്താ നിങ്ങൾ രണ്ടും ഞാൻ ഇരുത്തി ഊഞ്ഞാലാട്ടിത്താണ്? അതല്ലടാ. പിന്നെ എന്തുവാ നിനക്ക്? എടാ കഴിഞ്ഞ കൊല്ലം വരെ അവളവിടെ വീട്ടുകാർക്കൊപ്പം അല്ലേ ഓണം ആഘോഷിച്ചേ. ഈ വർഷം അത് നടക്കൂലല്ലോ. ഇല്ല, നടക്കത്തില്ല. എങ്ങനെ നടക്കാനാണ്? ഇന്റർകാസ്റ്റ് മാരേജ് വിത്ത് ഒളിച്ചോട്ടം. ഇറ്റ്സ് ഇൻക്യൂറബിൾ. എടാ എൻ്റെ എല്ലാ കാര്യത്തിനും നീ കൂടെ നിന്നവനല്ലടാ. ഞാൻ ഒരാഗ്രഹം പറഞ്ഞ് നീ എൻ്റെ കൂടെ നിൽക്കുമോ? എന്താ നിന്റെ ആഗ്രഹം? എടാ അവിടെ ജീവിതത്തിൽ ഇതുവരെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഓണം സെലിബ്രേഷൻ എനിക്ക് അവൾക്ക് കൊടുക്കണം. നല്ല തീരുമാനം. എൻ്റെ എല്ലാവിധമായ ഓണാശംസകളും. 10 പൈസ കയ്യിലില്ല, ഓണാഘോഷിക്കാൻ. എടാ കാണാൻ വിറ്റു ഓണം ഒന്നല്ലേ? ഇനി വിൽക്കാൻ എന്തെങ്കിലും ബാക്കി ഇരിപ്പുണ്ടോ? എന്നെ വീട്ടിൽ കയറ്റുവോടാ? എടാ എൻ്റെ കാര്യം നിനക്കറിയാമല്ലോ. പിന്നെ അവിടെ കാര്യം അച്ഛനും അമ്മയും ഇല്ലാതെ അമ്മാവൻ വളർത്തിയതാ അവളെ. പോരാത്തതിന് തല തെറിച്ച 2 മുറച്ചെറുക്കന്മാരും. അവന്മാരുടെ അടികൊണ്ട് നീ അണ്ടർവെയറിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരുന്നപ്പം നിന്നെ രക്ഷിക്കാൻ എൻ്റെ കാലക്കേടിന് ഓടിക്കേറി വന്നതാ ഞാൻ. അന്ന് തൊട്ട് അനുഭവിക്കുക. നിന്റെ കൂടെ നിന്നൊരൊറ്റ കാരണത്തിൽ എന്നെ എൻ്റെ വീട്ടുകാർ ഇപ്പോൾ വീട്ടിൽ കയറ്റുന്നില്ല. 1.5 മാസമായി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ? അല്ല, നമ്മൾ 3 എണ്ണം വഴിയാധാരമായിട്ട് ഗൾഫിലുള്ള കൊച്ചാപ്പയുടെ കൂട്ടുകാരൻ്റെ കൈയും കാലും പിടിച്ചിട്ടാ നമുക്ക് 3 ആർക്കും കയറി കിടക്കാൻ ഈ വീട് ഞാൻ സെറ്റാക്കിയത്. ഇനി അതിൻ്റെ വാടക ഞാൻ എവിടുത്തിട്ട് കൊടുക്കും പടച്ചോനെ? അപ്പോൾ അവൻ്റെ ഒരു ഓണാഘോഷം. എടാ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ ഇറങ്ങി വന്നവളല്ലേടാ അവള്. അവളെ സന്തോഷത്തോടെ നോക്കേണ്ട എൻ്റെ ഉത്തരവാദിത്വമല്ലേ? ചങ്കായിട്ട് കൂടെ നിന്നോണ്ടാ നിന്നോട് ഞാൻ ചോദിച്ചത്. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. നീ ഇങ്ങനെ സെൻറ്റി അടിക്കാതെടാ. നമുക്ക് ഓണാഘോഷം നടത്താം. ഗ്രാൻഡായിട്ടൊന്നും പറ്റത്തില്ല, ചെറുതായിട്ട് നമുക്ക് നടത്താം. മതി. അങ്ങനാണെങ്കിൽ ഒരാളെ കാണേണ്ടി വരും. അതാരെ? മാരിയമ്മേ. ധനരാജേ, എന്നെ മനസ്സിലായോ നിനക്ക്? എന്നടാ ഇപ്പടിയാ കേക്കറേ? സെന്റ് ജെയിംസ് സ്കൂളിലെ കിസ് മത്സരത്തിന് ഫസ്റ്റ് മാർക്കിരുന്ന ആസിഫിനെ ഞാൻ മറക്കാനോ? വാടാ. ആ പഴയ കൂട്ടുകാരന് നീ ഇപ്പോൾ ഒരു സഹായം ചെയ്തു തരണം. നീ കേളു മച്ചാ. ഇവന്റെ കൂട്ടുകാരനാ ജെറി. ഹായ് ഫ്രണ്ട്. ഹലോ. ഇവന്റെ കല്യാണം ഈ അടുത്ത് കഴിഞ്ഞേ ഉള്ളൂ. ആഹാ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അതെ, ഓണമൊക്കെ വരുമല്ലേ? അപ്പൊ ഇവനും ഇവന്റെ ഭാര്യയ്ക്കും ഒക്കെ ഒന്ന് ഓണം ആഘോഷിക്കാൻ നിനക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായിക്കാൻ പറ്റൂ? എന്നാടാ നീ ഇപ്പടിയാ പേസറേ? അല്ലേ, ഇവന് ഞാൻ ഗ്യാരണ്ടി. നിന്നെ എനിക്ക് വിശ്വാസാ. നീ ഞാൻ കൂട്ടുകാരൻ. ആണാ ഇവനെ എനിക്ക് വിശ്വാസമില്ല. കാരണം ഇവൻ എന്റെ കൂട്ടുകാരനല്ല. ഒരു പരിചയത്തിന് ഞാൻ എങ്ങനെ പൈസ കൊടുക്കും? നീ അവന് കൊടുക്കണ്ട, എനിക്കതാ. സോറി മച്ചാ, ഞാൻ പരിചയക്കാർക്ക് പൈസ കൊടുക്കുന്ന പരിപാടി നിർത്തി. പ്രത്യേകിച്ച് കൂട്ടുകാർക്ക് ഒട്ടും കൊടുക്കില്ല. ചുരുക്കി പറഞ്ഞ ആർക്കും പൈസ കൊടുക്കത്തില്ലല്ലേ? അങ്ങനെ കൊടുത്താ ഞാൻ ഈ പരുവായത്. എന്റെ കയ്യിൽ നിന്ന് ആരൊക്കെ കാശ് മേടിച്ചിട്ടുണ്ടോ ആ മാല എനിക്കിട്ട് തിരിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ചോദിക്കാൻ ചെന്നാൽ കൈമലത്തി കാണിക്കും. നീ ഞങ്ങൾക്ക് കാശ് തന്നാൽ തിരുവോണത്തിന്റെ പിറ്റേന്ന് കാശ് ചോദിക്കുമ്പോ കൈമലത്തി കാണിക്കുന്നവരെ കമത്തിയിട്ട് ചവിട്ടിക്കൂട്ടി കാശ് ഞങ്ങൾ മേടിച്ചു തരും. ഉണ്മയിതാണ് സോൾറേൻ. എന്താ ഞാൻ കാശ് തരാം. എന്നാ ഇപ്രാവശ്യം നിങ്ങളുടെ കൂടെ ഞാൻ ഓണം വരട്ടെ. നല്ലൊരു സദ്യ കഴിച്ചിട്ട് കുറെ നാളായി. പിന്നെന്താ പോരെ? അപ്പൊ ഓണം ആഘോഷിക്കാൻ പോവല്ലേ? കാണിച്ചു തരാം. അച്ഛാ അച്ഛാ, ഇവിടെ എന്താ പാടെ ഇറക്കാൻ കിടന്നത്? കൊച്ചാന്ന് പറഞ്ഞു എപ്പോ നോക്കിയാലും ഇത് തന്നെ. അച്ഛാ ഞാൻ കണ്ട്. ആരെയാണ് നന്ദനെ? ഞാൻ കോടതിയിൽ നിന്ന് കള്ളസാക്ഷി പറഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഓട്ടോ സ്റ്റാൻഡിൽ വെച്ച് അവളുടെ കെട്ടിയവനും കൂട്ടുകാരോട് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഞാനുണ്ടല്ലോ ഓട്ടോടെ പുറകെ ഇരുന്ന് അവർ പറയുന്ന എല്ലാം ഒറിജിനൽ കേട്ടു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അവർ ഓണം ആഘോഷിക്കാൻ പോവാ. അച്ഛാ പിന്നൊരു കാര്യമുണ്ട്, ഞാൻ അവരറിയാതില്ലേ അവരെ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച്. കൊള്ളാടാ പോലെ, നിന്നെ കൊണ്ട് ഇപ്പോഴെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിരുന്നു. താങ്ക് യു അച്ഛാ. അച്ഛാ നമുക്കിട്ട് പണിതിട്ട് അവരങ്ങനെ ഓണം ആഘോഷിക്കണം? അവരാഘോഷിക്കട്ടടാ മക്കളെ, നമ്മളും അവരോട് ആഘോഷിക്കും. നമ്മൾ അവിടെ പോകും, ആടും പാടും, കിടന്നഴിഞ്ഞാടും. പിന്നെ മേമ്പടിക്ക് ഒരു രേഷം മുതലക്കണ്ണീര് ഒഴിക്കിട്ട് ഞാൻ അവനെ എൻ്റെ ചാക്കിലിറക്കും. എന്നാലേ നമ്മുടെ കാര്യം നടക്കത്തോളാം. 1 2 അല്ല, 6.5 കോടി രൂപയുടെ സ്വത്താണ് അവളുടെ പേരിലുള്ളത്. അത് മുന്നേ കണ്ടുകൊണ്ട് തന്നെ ആടാ അവിടെ തന്തേം തള്ളാൻ പോയപ്പോൾ ഞാൻ അവളെ വളർത്തി വലുതാക്കിയത്. എന്നിട്ട് എന്നാടാ അവൾ എന്നോട് കാണിച്ചത്? എൻ്റെ വേറെ ആരുടെ കൂടെ പോയില്ല. ആ സ്വത്തിനെ പറ്റി അവൾക്ക് യാതൊരു വിധത്തിലുള്ള അറിവില്ലെന്നുള്ളതാണ് നമ്മുടെ ഏക പ്രതീക്ഷ. അതുകൊണ്ട് നമ്മൾ അവിടെ പോകും, അവളോട് സ്നേഹത്തെ ചോദിക്കും.
തന്നില്ലെങ്കിൽ തന്നില്ലെങ്കിൽ തട്ടിപ്പറിക്കും. ഇഷ്ടപ്പെട്ടോ? എന്തിനാണ് ഇതൊക്കെ മേടിച്ച് വെറുതെ കാശ് കളയുന്നേ? അത് ശരി, തിരുവോണമായിട്ട് എൻ്റെ കെട്ടിയോൾക്ക് എനിക്കൊന്നും മേടിച്ചു തരാൻ പറ്റത്തില്ലേ? എന്നാലും ഈ അവസ്ഥയില് ഒരെന്നാലും ഇല്ല. താൻ അതിനെപ്പറ്റി ഒന്നും ഇപ്പം ചിന്തിക്കാൻ നിൽക്കണ്ട. എല്ലാം മറന്ന് സന്തോഷിക്കാനുള്ള ദിവസമാണ് നമുക്ക്. വേണ്ട നോക്ക്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് പ്രീമിയം ക്വാളിറ്റി വള, മാല, കമ്മല്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മാനവി ജുവൽസ് എന്ന് പറഞ്ഞൊരു പേജിൽ നിന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചത്. താനും ഒന്ന് ഫോളോ ആക്കി വെച്ചു. താൻ ഇതൊക്കെ ഇട്ട് പെട്ടെന്ന് റെഡിയായിട്ട് വന്നേ. എന്തൊക്കെ ജോലികളാണ് എനിക്ക് കിടക്കുന്നതെന്നറിയോ? സദ്യ ഒരുക്കണം, പൂക്കളം ഇടണം, ഒത്തുപിടിച്ചാൽ പെട്ടെന്ന് തീർക്കാം. എടാ, ഈ ഒന്നാം പാലും രണ്ടാം പാലും എന്ന് വെച്ചാൽ എന്തുവാ? എടാ, എനിക്ക് തോന്നുന്നു ഒരു വട്ടം പ്രസവിച്ച പശുവിന്റെ പാലാണ് ഒന്നാം പാല്, 2 വട്ടം പ്രസവിച്ച പശുവിന്റെ പാലാണ് രണ്ടാം പാല്. അതെങ്ങനെ മനസ്സിലാവും? എടാ, കടക്കാരനോട് ചോദിച്ചാൽ പോരെ. അപ്പൊ ഈ കുപ്പിപ്പാൽ എങ്ങനെ മനസ്സിലാവും? ഇൻഗ്രീഡിയൻസ് നോക്ക്, അധികം കാണും. കഴിഞ്ഞില്ല ഇതുവരെ. ഏറെക്കുറെ. കുറച്ച് സോഡാപ്പൊടിയുടെ കുറവുണ്ട്. എടാ പൊട്ട, ഇത് സാമ്പാറാ. എന്റെ ഉമ്മച്ചി ഇടുമല്ലോ. കരോള് വരുന്നെന്ന് തോന്നുന്നു. ഓണത്തിന് കരോളോ? എടി നന്ദുമോളെ, നിന്റെ അമ്മാവ് വന്നിടിയേ. വിളിയാർപ്പോ ആർപ്പോ എന്ത് പടി നന്ദുമോളെ, നീ ഇപ്പൊ അന്നം കണ്ട പെരിച്ചടിയെ പോലെ നിൽക്കുന്നേ. ഇതിൽ ആരൊക്കെയാ വന്നേ നോക്കി. അച്ചു ഉണ്ട്, കിച്ചു ഉണ്ട്, ഏതെങ്കിലും 2 വേഗന്മാരും ഉണ്ട്. അല്ല, ഏതാ ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ മരുമോൻ? ഞാനാ? നീയാണ് മരുമോൻ? പക്ഷെ എന്റെ വരുവാണ്. പേയാണ്. മാനെന്നെ ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നേ. സാധാരണ പുള്ളി ഇഷ്ടപ്പെട്ടവരെ മാത്രമേ കടിക്കത്തുള്ളൂ ഇങ്ങനെ. അയ്യോ പൊന്നു പോലെ കടിക്കുന്നത് മോനെ. കാര്യം ഞാൻ നിങ്ങളുടെ ബന്ധത്തിന് എതിരായിരുന്നു. അതെന്താന്ന് വെച്ചാൽ എൻ്റെ അച്ഛനെയോ എൻ്റെ കിച്ചുവിനെയോ കൊണ്ട് ഇവളെ കല്യാണം കഴിപ്പിക്കാതായിരുന്നു എൻ്റെ പ്ലാൻ. അതേതായാലും നടന്നില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇവക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഓണത്തിന് അവിടുന്ന് ഇങ്ങോട്ട് വന്നത്. ബുദ്ധിമുട്ടായില്ലല്ലോ അല്ലേ? ഓ, എന്ത് ബുദ്ധിമുട്ടമ്മാവ. അമ്മാവൻ കേറി വാ. നിങ്ങൾ വാ. കള്ളക്കടം മേടിച്ച് നടത്തുന്ന പരിപാടിയാ. ഒരുമാതിരി കോടാലി തൈലം എടുത്ത് കണ്ണി തേച്ച അവസ്ഥയാക്കരുത്. ദാ വരണേ.
മക്കളെ ഇനി അമ്മാവും വന്നതിന്റെ ഉദ്ദേശം പറയാം. നമ്മുടെ സർക്കാർ നവദമ്പതിമാർക്ക് 50,000 രൂപയുടെ ഒരു ധനസഹായം ചെയ്യുന്നുണ്ടേ. അതെന്ത് സഹായം? അങ്ങനെ ഒരു സഹായത്തെ പറ്റി ഞാൻ കേട്ടിട്ടില്ലല്ലോ. അതിന് നീ ഏതാടാ? എടാ പാട്ടിലേക്കുള്ള ഹോളിനെ പറ്റി നിനക്കെന്തോ അറിയാം? പോയിട്ട് 500 രൂപയുടെ മുദ്രപത്രവും ജെറിനെ ഞാൻ പറഞ്ഞില്ലേ ഇവന്മാര് വന്ന എന്തോ വള്ളിക്കെട്ട് സീനും കൊണ്ടാന്ന്. ഡി ഒപ്പിടല്ലേ, ഇതെന്തോ സീനാണേ. എടാ എന്തോ വള്ളിക്കെട്ട് എന്തോ സീനടാ. നീ പറയുന്നത് കേൾക്കണ്ട, നീ ഒപ്പിടറി. അത്രേ ഉള്ളൂ, കുഞ്ഞിപ്പിട്ടടാ. അമ്മാവ എനിക്കിപ്പോ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്താ നിനക്ക് ആവശ്യമില്ലാത്ത? എനിക്ക് ആവശ്യമില്ല, അത്രേ ഉള്ളൂ. ഒപ്പിടറി. അതെന്താ അമ്മാവ ടോൺ മാറിയത്? ടോൺ മാത്രമല്ല മറ്റു പലതും മാറും. ഒപ്പിടറി. ദേ കളിത്തോക്ക് കാണിച്ച് വരട്ടാൻ നോക്കല്ലേ. എന്തുവാ അമ്മാവന്റെ ഉദ്ദേശം? പറഞ്ഞേക്കാം അല്ലയോടാ മക്കളെ. എടി എൻ്റെ സ്വന്തം ചത്തങ്ങ് മേലോട്ട് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ 50 സെന്റ് സ്ഥലവും ആ തറവാട്ട് വീടും നിന്റെ പേരിൽ എഴുതി വെച്ചിട്ട് അങ്ങേര് മണ്ടക്കോട്ട് പോയത്. ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് ഒരു 6.5 കോടി രൂപ വരും. 6.5 കോടിയോ? എന്റെ പേരിലോ? അച്ഛാ അതെ അവിടെ ബോധം പോയി. ഓ ഈ ബോധമില്ലാത്തോളൂ പണ്ടേ ഇങ്ങനെ ഒപ്പിട്ടില്ല ഇങ്ങനെ വെറുതെ. എന്റെ ശവത്തി ചവിട്ടിയിട്ടല്ല തനിക്ക് അവിടെ ദേഹത്ത് പോലും തൊടാൻ പറ്റത്തില്ല. പിള്ളേരുടെ ഓരോ ആഗ്രഹങ്ങൾ. നീയൊക്കെ ഒളിച്ചോടി വന്ന് താമസിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം അടിപൊളിയാടാ. ഈ പരിസരത്തെങ്ങും വേറെ വീടില്ലാത്തോണ്ട് നിന്നെയൊക്കെ ഇവിടെ തട്ടിയാലും ആരും അറിയാൻ പോണില്ല. നിന്നെ ഒന്നും രക്ഷിക്കാൻ ആരും മരണം കൊള്ളോ. എടാ വന്ന് കാപ്പാത്തടാ. എന്നാണ് നിങ്ങളെ പ്രശ്നം? യാരുടെ ഇവൻ കേരള പുലികളി എന്ന് പറഞ്ഞു വന്ന് കേറിയതാണ് ഇവന്മാര്. നിനക്ക് വെച്ചിരുന്ന പായസം വരെ എടുത്ത് കുടിച്ച് ചോദിച്ചപ്പോ തല്ലാൻ വരുന്നു. രക്ഷിക്കാ. വായൻസിലമ്പാട്ടവരുടെ വന്തി സോമ്പേറുകളെ എല്ലാം പൊളന്നു വിടറാ. എന്റെ അച്ഛനും തുറന്നോളാ. നന്ദു ഡി നന്ദു നന്ദു നീ ഓക്കെ അല്ലേ? നിനക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഉണ്ടയാടാ ഇതിനകത്തുള്ളത്. നീ ചാവണോ അതോ അവള് ചാവണോ? ഓ വീട് വയ്ക്കുന്നതിന് മുന്നേ അവള് ചത്ത്. എന്നാ നിന്നെ തന്നെ കൊന്നേക്കാം. പേടിച്ചോ ഇപ്പൊ പൊട്ടു. അച്ഛാ ഒരു പ്രശ്നമുണ്ട്. എന്താ? അതെ ആകെ ഒരു ഉണ്ടയുള്ളായിരുന്നു. അതാ ഞാൻ സാമ്പിൾ പൊട്ടിച്ച. സോറി അച്ഛാ. എല്ലാരും പേടിച്ചോ? ഇത് ഉണ്ടയില്ലാതെ പൊട്ടുന്നു നോക്കാം. ഇപ്പൊ പൊട്ടും. നന്ദു നന്ദു എല്ലാരും ചത്താ? ഈ ചിത്രമൊക്കെ വേണ്ട. നീയൊക്കെ ഇപ്പൊ രക്ഷപ്പെടാ. പക്ഷെ നിന്നെയൊക്കെ ഞാൻ എടുക്കും. അടുത്ത ക്രിസ്മസിന് തന്നെ എടുക്കൂടാ. തോക്കം തരാം അവിടെ.